വളരെയധികം ദാരുണമായ ഏവർക്കും വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവാവ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രദേശവാസികൾ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ മലയോര കർഷകരാണ്. കന്നുകാലി വളർത്തലും അല്ലെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള വനാതിർത്തിയിൽ തങ്ങളുടേതായ ചെറിയ പ്രദേശങ്ങളിൽ മറ്റ് ചില പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളോ കൃഷി ചെയ്ത് ജീവിക്കുന്ന, അതിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന തീർത്തും സാധാരണക്കാരായ ആളുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അധിവസിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സംരക്ഷണമാണ് ആ പ്രദേശത്തിൻ്റെ MLA എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് തന്നെ ജയിപ്പിച്ച് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനൊരു വില കൊടുക്കാത്ത അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയിലേക്ക് പോലും ദൃഷ്ടികൾ പായിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇപ്പം ജോസിൽ പറഞ്ഞ പോലെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ആ ഒരു കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ, ആ പ്രദേശത്തിൻ്റെ ആശങ്കയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്, വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ MLA ഇപ്പോൾ അവിടെ എത്തിയിട്ട് കൂടി ഇല്ല എന്ന് പറയുമ്പോഴാണ് ആ മണ്ഡലത്തോട് ആ MLA കാണിക്കുന്ന ആ ഒരു അനുശോചനം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സിന്ദൂരി, MLAയുടെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ MLAയുടെ പാർട്ടിയിൽപ്പെട്ട ചില നേതാക്കന്മാർ വന്ന് നിൽക്കുന്നതല്ലാണ്ട് MLA ഈ മേഖലയിലേക്ക് വന്ന് കൃത്യമായി ഈ ഒരു അനുശോചനം രേഖപ്പെടുത്തുവാനോ ഈ വീട്ടിലെ കുടുംബത്തിലെ അംഗങ്ങളെ ആശ്വസിപ്പിക്കാനോ കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ സിന്ദൂരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ ധാരാളം പാവപ്പെട്ട ആളുകളാണ് ജീവിക്കുന്നത്. ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകൾ, ചില ആളുകൾ പറയാറുണ്ട്, ഇത്തരത്തിൽ ഈ കാടിനുള്ളിൽ പോയി ആനകളുടെ ജനവാസ മേഖലയിൽ പോയി താമസിച്ചിട്ടുള്ള ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ചില ടൗണിലൊക്കെ AC-യിലിരുന്ന് ചില ആളുകൾ പറയാറുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടി വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി തങ്ങൾക്ക് ഇത് വിറ്റ് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കാൻ തയ്യാറുള്ള ആളുകളാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ജീവിതമാർഗ്ഗമാണ്, അവർക്ക് കയറി കിടക്കാനുള്ള ഭൂമിയാണ്, അവർക്ക് കൃഷി ചെയ്യാനുള്ള ഭൂമിയാണ്, അവരുടെ ജീവിതമാർഗ്ഗമാണ്. ആ ജീവിതമാർഗ്ഗവും കിടപ്പാടവും ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരു മാർഗവുമില്ലാത്ത ജനങ്ങളാണ് ഇത്തരം വനാതിർത്തിയിൽ കിടക്കുന്ന ആളുകൾ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇത്തരത്തിൽ ഇവർക്ക് സ്വസ്ഥവും സമാധാനപരവുമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജനപ്രതിനിധികൾക്കുമുണ്ട്, സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് സാധ്യമായതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്യും. സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യും എന്നുള്ളതാണ് തൊട്ടു മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇടുക്കി ജില്ലയിലും അതുപോലെ തൊട്ടടുത്തുള്ള എറണാകുളം ജില്ലയിലെ കോതമംഗലം പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം വന്ന് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം, അത് LDFനെതിരെ, ഭരണത്തിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള സമരം മാത്രമായി UDFൻ്റെ പ്രഹസനം മാറുന്നു എന്നുള്ളൊരു ആരോപണമാണ് LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ തരത്തിൽ MLA ഫണ്ടോ MP ഫണ്ടോ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ, അതുപോലെ തന്നെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതെ ഈ തരത്തിൽ സമരവുമായി മാത്രം ജനപ്രതിനിധികൾ മാറുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് LDF നേതാക്കൾ. തീർച്ചയായിട്ടും ജോസിൽ, അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി കാണുന്നതിനപ്പുറം ശാശ്വതമായ പരിഹാരം കാണുവാൻ വേണ്ട കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി കേന്ദ്രത്തെ സമീപിക്കുവാൻ സാധിക്കാത്ത, ഫണ്ട് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹി എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ജോസിൽ സെബാസ്റ്റ്യൻ ആയിരുന്നു.